അപ്പോൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സിദ്ധ ഡോക്ടർമാരോ അല്ല ആയുർവേദ ഡോക്ടർമാരോ ഈ പറഞ്ഞ മിക്സോപ്പതിക്ക് എതിരാണ്. ഒരിക്കലും അവരാരും തന്നെ അലോപ്പതി ചികിത്സിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. പിന്നെ സാറ് പറഞ്ഞു നമ്മുടെ 2015 നോബൽ കിട്ടിയ ചൈനീസ് മെഡിസിനിൽ നിന്നാണ് നമ്മുടെ മലേറിയയുടെ ഇത് കണ്ടുപിടിച്ചതെന്ന് സാറ് പ്രയോഗിക്കുകയുണ്ടായി. അത് അവർ ചൈനീസ് ട്രഡീഷനിൽ നിന്ന് അവർ കണ്ടെത്തി കൊണ്ടുവന്നാണ് ആ ഒരു മെഡിസിൻ. നമുക്ക് ഇതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് വേണ്ടത്. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഉദാഹരണത്തിന് നിലവേമ്പ് കുടുങ്ങി എന്ന് പറഞ്ഞ മരുന്നാണ് സിദ്ധയിലെ. ഡോക്ടർ ഒരു കാര്യം ചോദിക്കുക, ഇപ്പൊ ഈ ആയുർവേദ കക്ഷികൾക്കുള്ളതുപോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല സാർ, ഇപ്പൊ ഞങ്ങൾ ഡെവലപ്പ് ആയി. കാരണം ധാരാളം സിദ്ധ എന്നുള്ള ഇതായതുകൊണ്ട് തന്നെ ഈ ആയുർവേദക്കാര് അലോപ്പതിക്കാരോട് അംഗം വെട്ടിയേ പറ്റൂ. തീർച്ചയായും ഞങ്ങളും അതിന്റെ കൂടെ തന്നെയാണ്. ഞങ്ങളുടെ ആയുർവേദത്തിനോട് ചാർന്ന് നിൽക്കാം. ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഈ സിദ്ധ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗുണം എന്താ പേഷ്യന്റിന്? രോഗിയുടെ ആംഗിൾ ആലോചിക്കും. രോഗിയുടെ ആംഗിൾ ആലോചിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഫുഡ് ആസ് മെഡിസിൻ, മെഡിസിൻ ആസ് ഫുഡ് എന്നുള്ളതാണ്. അത് മെയിൻ ആയിട്ട് ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രധാനമായിട്ട് മുമ്പോട്ട് വയ്ക്കും. അതല്ല, ഇപ്പൊ ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ കുറച്ച് യൂട്യൂബ് വൈദ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവർക്കെതിരാണ് ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് സ്വന്തം സിസ്റ്റത്തിനല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്ന വ്യാജ വൈദ്യന്മാരാണ് ഏറ്റവും കൂടുതൽ. അതിപ്പോ അലോപ്പതിയിലാണെങ്കിലും ഉണ്ട്, ആയുർവേദത്തിലാണെങ്കിലും ആയുർവേദത്തിൽ കൂടുതലാണ്. ഡോക്ടേഴ്സിനെ അല്ല എതിർക്കേണ്ടത്, വ്യാജ വൈദ്യന്മാരാണ് എതിർക്കേണ്ടത്. സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് പഠിക്കാത്തവരെ വൈദ്യം ചെയ്യാൻ പാടില്ല ഒരു സിസ്റ്റത്തിൽ നിന്ന്. സുപ്രീം കോടതി ശാസിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.